എന്തായി പോയാര്? ഓക്കെ ആണല്ലേ? ഭയങ്കര ക്യൂ ആയിരുന്നു. കാലം ഒടിഞ്ഞ്. ഒടിയും. നേരെ അങ്ങോട്ട് കേറിക്കോ, അടുക്കളയിലോട്ട്. എന്തിന് അറിഞ്ഞൂടെ എന്തിനാന്ന്? ബിരിയാണി ബിരിയാണി ബിരിയാണി. അതിനിപ്പോഴേ അടുക്കള കയറേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വെയിലത്തൊക്കെ നിന്ന് ആകെ ടയർഡാ. കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. റെസ്റ്റ് ഒക്കെ എടുത്തോ, പക്ഷെ ലോകത്ത് ആർക്കും കിട്ടാത്ത ബിരിയാണി ഉണ്ടാക്കി തരണേ. തരും. എനിക്കൊരു 10 മിനിറ്റ് മതി ബിരിയാണി വെക്കാൻ. 10 മിനിറ്റ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കണം എനിക്കൊന്നും അറിയണം. വെക്കൂ. ഞാൻ ഇന്ന് ഈ വീട്ടിൽ ഒരു സാധനം ഉണ്ടാക്കണില്ല. മര്യാദക്ക് എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നെ. എന്നെ വെല്ലു വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ പ്രൂവ് ചെയ്യണം. അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. ആ ക്ലീറ്റോ ചേട്ടന് വേറെ ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട, ഇവിടുന്ന് എന്നെ കഴിക്കണമെന്ന് പറയണം കേട്ടാ. അതൊക്കെ കേട്ടു. വന്നേക്കണേ. അതെ, രണ്ടു കൂട്ടർക്കും ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്ത്? നമുക്ക് ഈ ബിരിയാണി പരിപാടി നമുക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റാം. നടക്കൂല മോനെ. ഇത് നിന്റെ ഭാര്യക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ട് നീ അവളെ രക്ഷപ്പെടുത്താൻ നോക്കണതല്ലേ. നടക്കൂല, അവൾക്ക് പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ കാണിച്ചു തരാം. കഴിക്കാറാവുമ്പോ ഞാൻ വിളിക്കാം. ചെല്ല്. ചെല്ലടോ. ഞാൻ എന്റെ വീട്ടിലല്ലേ നിൽക്കണം, എനിക്ക് ഇഷ്ടം പോലെ വെക്കും ഇവിടെ. എന്ത് നോക്കിയതാ, ഞാൻ ബിരിയാണി വെക്കില്ല. ബിരിയാണി ഉണ്ടാക്കിയില്ലെങ്കിൽ നീ തോറ്റുപോയിന്ന് ഞാൻ ഈ ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞിട്ട് നടക്കും. കാണാം. എടി, സംഗതി നിന്റെ വെല്ലുവിളിയൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ അതിന് ഒരുപാട് പൈസ ചിലവുണ്ട്. അരി വാങ്ങണം, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഡാൽഡ, നെയ്യ്, അത് ഇത് ഇതെല്ലാം കൂടെ നീ വെച്ചുണ്ടാക്കി വരുമ്പോൾ ഒരുമാതിരി കുഴക്കട്ട പോലെ ഇരിക്കും. അതുകൊണ്ട് നമുക്കിത് വേണം. അതെ, ഞാൻ ജയിക്കും. ഏട്ടൻ എൻ്റെ കൂടെ നിന്നാ മതി. വേണ്ടട്ടാ. വേണമെന്ന് നടന്നങ്ങോട്ട്. വരട്ടെ. ഇത് മണം അടിച്ചിട്ട് ഇരിക്കാൻ മേലാന്ന്. അയ്യോടാ ഏട്ടാ, അടി ഇട്ടുട്ടോ. എന്തൊരു മണം ഇത്? എന്ത് വേണം? ജലദോഷം ഉണ്ടായിരിക്കും. കടുതലൂത്തിയ എന്ത് ഇത് ബിരിയാണി കാണാത്ത പോലെ ക്ലീറ്റോ കാണിക്കണം കണ്ടിട്ടാ എനിക്ക്. അതെ, മണമുണ്ട്. പീസോട് പീസ് മട്ടൺ പീസോട്. മട്ടൺ എനിക്ക് അധികം കഴിച്ചുകൂടെ കഴിയാ. പക്ഷെ ഇതിന്റെ മണം പിടിച്ചിട്ട് പ്രത്യേക വെപ്പാളിയാ. അവിടെ ഇച്ചിരി ചോറോടെ ഇടും. നീ എന്തിനു ദാരിദ്ര്യം? മതി. കണ്ടിട്ടൊരു സുഖം തോന്നണില്ല. എനിക്ക് വയ്യേ. ഞാനിത് ഉണ്ടാക്കുമ്പോ കൂടെ നിന്നിട്ട് ഇടക്കിടക്ക് കഴിക്കുകയും ചെയ്തു. പിന്നെ ഒരു സുഖല്ലേ എന്റെ മണം അടിച്ചിട്ട് കുറച്ച് കയ്യിൽ ഒട്ടിപ്പിടിക്കണല്ലോ. നിന്റെ കയ്യിൽ പശു വല്ല വരുന്നു. നീ കഴിക്കി. നീ എങ്ങനെയുണ്ടെന്ന് നോക്ക്. എങ്ങനെയുണ്ട് ക്ലീറ്റോ ചേട്ടാ? സൂപ്പർ ആയിട്ടുണ്ട്. എന്താണ് നമ്മ ഉച്ചക്ക് ഉണ്ടാക്കിയതിനെ കാട്ടി സൂപ്പർ. അല്ലേ അല്ലേ? ഞാൻ അതെ അല്ല, ഉച്ചക്ക് ഉണ്ടാക്കിയ ബിരിയാണിയും ഇതുപോലെ നല്ലതാ. ഉപ്പില്ല, എരിവില്ല, എന്താ പോലെ. നിനക്ക് പനിയല്ലോ ഉണ്ടോ? അവക്കെന്താ മണവും കിട്ടുന്നില്ല. പനി അത്രയ്ക്ക് പറയാനൊന്നുമില്ല. കൊള്ളാം, അത്രേ ഉള്ളൂ. നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി. നീ അത് കഴിച്ചിട്ട് ഇനി പ്രശ്നമാവണ്ട. അതെ, കഴിക്കാതെ. അതെ, മനസ്സറിഞ്ഞ് കഴിക്കും. എങ്ങനെയുണ്ട്? സൂപ്പർ കേട്ടോ. എങ്ങനെയുണ്ട് മക്കളെ? അതെ, ഇത് മട്ടൺ ആരെയെന്ന് വാങ്ങിച്ചത്? റഷീദിന്റെ റഷീദിന്റെ അടുത്ത് തന്നെ. പക്ഷെ നല്ല മട്ടൺ കേട്ടോ. അടിക്ക് പിടിച്ചത് ഒരു ഒരു പുകച്ചോയില്ല. അതൊക്കെ നിന്റെ വെറും തോന്നലാണ്. ചുമ്മാ അവള് പറഞ്ഞോണ്ടിരിക്കാൻ എന്നെ പറ്റിക്കാനടി. അതല്ലേടാ, കഴിക്കുമ്പോ ആ ചൊവ്വയൊന്നും കാണില്ലല്ലോ. അതെ, നീ വേണമെങ്കിൽ അത് കഴിച്ചോ. ആഹാരം കഴിക്കുമ്പോ സംസാരിച്ചോ. നീ കഴിക്കരുത്. പക്ഷെ ഇത്രയും കൈപ്പുണ്യൊക്കെ ചമ്മന്തിക്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എന്ത് കൈപ്പുണ്യാന്ന് പറയണേന്നേ. ഇതിപ്പോ എന്താ വ്യത്യാസം? ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിനെക്കാളും ഇവിടെ എന്താ അറേബ്യൻ ബിരിയാണി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ചേഞ്ച് ഉണ്ട്. എവിടെ എന്തുണ്ട്? ഒന്നും തോന്നണില്ല. ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണേ. എന്തോ ഒരു അസുഖമുണ്ട്. മറ്റേ രസമുകുളങ്ങളില്ലേ, അതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. അളിയാ, സത്യം പറഞ്ഞ ഇവൾക്ക് ഇങ്ങനെ ബിരിയാണി വെക്കാൻ അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ എന്നും ബിരിയാണി മതി എന്ന് പറയായിരുന്നു. കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. അതായത് ഈ പാക്കറ്റിലാക്കൂലേ ബിരിയാണി, പാക്കറ്റിലാക്കിയിട്ട് കച്ചവടം തുടങ്ങിയാൽ നല്ല ഇതുപോലെ വെച്ച ആരാ നല്ല പുഷ്പം പോലെ സെയിലാവും. പിന്നെന്താ? എനിക്കായിരുന്നു വയ്യേ. മോക്ക് എന്ത് വേണം? എന്തോട് എരിയുന്നോ? മട്ടൺ എങ്ങനെയുണ്ട്? സൂപ്പർ. ഈ മൂടിയൊക്കെ ചോറ് വരട്ടെ. എനിക്ക് വേണ്ട. വേണ്ടന്നേ. അവള് വേണ്ടെന്നൊക്കെ പറയും. നിങ്ങൾ അറിഞ്ഞ് ചെയ്തോളാം. അതെനിക്ക് അറിയാലോ. പക്ഷെ സൂപ്പർ സാധനം കേട്ടോ.
ഓരോ പീസ് ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആവൂ ഇത് എവിടെ നിൽക്കുമായിരുന്നു. അതെങ്ങനെയാ ഏട്ടൻ പറഞ്ഞത് അടുത്ത ദിവസം മര്യാദയ്ക്ക് ഉണ്ടാക്കാന്ന്. അപ്പൊ നാത്തു സമ്മതിക്കില്ല, ഇന്ന് തന്നെ വേണം. അല്ല അവിടെ ചോറുണ്ട്. അല്ല മതി, ഞാൻ എടുത്തോളാം. അല്ല ഇത് ഞാൻ ഈ സലാഡും കൂട്ടി ഇച്ചിരി കഴിക്കുക. സലാഡിന് വേണ്ടി ഇച്ചിരി കഴിക്കുക, എനിക്ക് വേണ്ടിയല്ല. സലാഡുമായിട്ട് നല്ല കോമ്പിനേഷനാണ്. മതിയാ ലേശം 2 പീസ് ഇട്ടോ. ഇത്തിരി ചോറൂടി വേണോ? കൊച്ചിനടി അതിനെ ലേശം എടി ഈ സലാഡിന്റെ കൂടെ ലേശം കഴിച്ചു നോക്കിയേ, ഭയങ്കര സലാഡ് combination. കൊടുക്കണ്ട. വേണ്ടായിരുന്നു. അയ്യോടാ. പപ്പടം ചെന്ന് കളിയാ. നിനക്ക് മൊത്തത്തിൽ തൃപ്തി ആയിട്ടില്ല എന്നുള്ളത് നിന്റെ മുഖം കണ്ടാൽ അറിയാം. പക്ഷെ നിനക്ക് ഉള്ളിൽ തൃപ്തി ഉണ്ട്. അതെ, ഈ നാരങ്ങ എങ്ങനെ നീ ഇങ്ങനെ വെച്ച് അതേ ഒന്നും പറയണ്ട, അത് പെട്ടെന്ന് ഉണ്ടാക്കിട്ട് എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ? ബെസ്റ്റ്. ഏ? ഇത് ഓരോന്നും ഇതങ്ങള് ഓരോന്നിന്റെ ആദ്യം ഞാൻ ഇച്ചിരി അച്ചാറിന്റെ കൂടെ കഴിച്ചു, അത് കൊള്ളാം. എന്നിട്ട് ഈ സലാഡിന്റെ കൂടെ കഴിച്ചു, അതിലും ഗംഭീര. ഇനിയിപ്പോ പപ്പടമായിട്ട് കഴിച്ചു. ഇനി ഏറ്റവും അവസാനം ഇച്ചിരി ഇറച്ചിക്ക് വേണ്ടി ഇച്ചിരി ചോറൂടെ കഴിക്കുന്നു. ഏട്ടാ മോക്ക് കൊടുക്ക്. കഴിക്കാം അങ്ങോട്ട്. ഉച്ചയ്ക്ക് അവളൊന്നും കഴിച്ചില്ല. കഴിക്കങ്ങോട്ടെ. ഉച്ചയ്ക്ക് അവൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് കുറച്ചാ കഴിച്ചോളൂ. കഴിച്ചു തിരുവടി തരട്ടെ? തിരുവടി. ചോറിട്ടടി. വേണ്ടെന്ന് ബോധിപ്പിക്കണമല്ലോ എന്ന് ഓർത്ത് തിന്നണം. ഈ കൊഴുപ്പ് ഈ പീസ് കൂടെ കഴിച്ചോ. അത് ഇഷ്ടമുള്ള പീസാണ്. 3ാമത്തെ പീസാ കഴിക്കണവള്. എന്നിട്ട് കൊള്ളൂലെന്ന് പേരും. ഇത് സംഭവം എന്നെ ആദ്യമേ ചെറിഞ്ഞ് നോക്കിട്ടിരിക്കണല്ലോ ഈ പീസ് കിട്ടാൻ വേണ്ടിട്ടാ. ഞാനങ്ങ് തരൂലേ, പിന്നെ ഞാനിങ്ങനെ നോക്കണം. അതെ, ഒരു 2 പീസ് കൊണ്ടുവരാ. എനിക്ക് വേണ്ട. അതെന്താ? അവള് വേണ്ടെന്നേ പറയൂ. എന്നാ കുറച്ചുകൂടി റൈസ് കൊടുക്കാം. അയ്യോ മതി. അവള് ബാക്കി വേസ്റ്റ് ആക്കും. ആര്? നമ്മക്ക് അറിഞ്ഞൂടെ? മതിന്ന്. അല്ലല്ല, നീ കഴിക്കണം. മുഴുവൻ നോക്ക് പോണ പോക്ക്. ഇഷ്ടല്ലാത്തോണ്ടേ. പിന്നെ കൊള്ളൂലല്ലോ. കൊള്ളില്ലാന്നല്ല. ഇത് നല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ ചേരുവയും ഈ കൈപ്പുണ്യൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടി? നീ അത് കഴിക്കാൻ കൊണ്ട് അതെ. കൂടുതൽ പറഞ്ഞിട്ട് നീ കഥ പോഴത്തണ്ട. പറഞ്ഞോണ്ടിരിക്കാൻ. അതൊക്കെ സീക്രട്ടാ. നമ്മുടെ വീട്ടിലൊരു ദിവസം വെച്ച് തരണേ. ഉറപ്പായിട്ടും. Alien versus Alien.